വടകരയിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പുതിയ സാഹചര്യത്തിൽ മത്സരിക്കണമെന്ന നേതാക്കളുടെയും ആർഎംപിയുടെയും ആവശ്യം തള്ളി. കെപിസിസി അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും കെ.വി. തോമസിന് മികച്ച പ്രതിഫലം ലഭിക്കും. അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. സിപിഎം സ്ഥാനാർത്ഥി വന്നതോടെ തോമസിന് വിജയിക്കാൻ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന അവസ്ഥയായെന്നും അതുകൊണ്ടാണ് റിസ്ക് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി എം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുടർച്ചയായ ചർച്ചകളുടെ ദിവസങ്ങളാണ് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് വിമാനത്തിൽ വച്ചുള്ള ചർച്ച. ഒപ്പം ഡൽഹിയിലെത്തിയതിനു ശേഷം വിവിധ വീടുകളും കേരള ഹൌസുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള മാരത്തോൺ ചർച്ചകൾ. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് വിഷയം. ഇനിയും 4 സീറ്റുകളിലെ പ്രഖ്യാപനം വരാനിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ടത്തിൽ 12 പേരുകൾ വന്നപ്പോൾ പക്ഷേ കാസർഗോഡ് പ്രശ്നങ്ങളുണ്ടാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് അപ്രതീക്ഷിതമായി അവിടെ വരുമ്പോൾ അവിടെ സുബ്രായുടെ ഭാഗത്തു നിന്ന് ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു, പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു. കെ.വി. തോമസിന്റെ ഭാഗത്തു നിന്ന് അതൃപ്തി പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ കാണണം? നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. കൊച്ചു ഒരു അഭിപ്രായ വ്യത്യാസമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ 4 നിയോജകമണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. കെ.വി. തോമസിനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിന്റെ അനുഭവ സമ്പത്തൊക്കെ ഉപയോഗിക്കുമെന്നുള്ളത്, അതായത് അദ്ദേഹത്തെ UDF കൺവീനർ സ്ഥാനത്ത് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ബട്ട് ഐ വിൽ സേ ദാറ്റ് തോമസ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. അതൊക്കെ ഞങ്ങൾ റിവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സേവനം പാർട്ടി ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്. തോമസിന് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ. തോമസിനോട് ആ തരത്തിൽ ഒരു കുറച്ച് ദിവസം മുമ്പേ വരെ ഞാനത് സൂചനയും കൊടുത്തിരുന്നു. തോമസ്, യു ആർ ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. എല്ലാ നേതാക്കന്മാരും തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസം ഏറ്റവും പ്രധാനപ്പെട്ടത് CPM നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വരുമ്പോൾ തോമസ് വിജയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അല്പം വിയർപ്പം പൊടിയേണ്ടി വരും. വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. വടകരയിൽ ഇപ്പോൾ RMP നിരുപാധികമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വലിയൊരു ആവശ്യം മുല്ലപ്പള്ളി തന്നെ വന്നാൽ ഇത്തവണ ജയിക്കാമെന്നുള്ളതാണ്. ഇനിയൊരു പുനർവിചിന്തനം അക്കാര്യത്തിലുണ്ടാകുമോ? ഞാൻ സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് എടുക്കാറുള്ളൂ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. വടകരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് അവിടെ. നിങ്ങൾ വടകരയിലൊന്ന് പോകണം. നിങ്ങൾ പോയിട്ട് വടകരയുടെ ഉൾത്തുടിപ്പ് മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വടകര തയ്യാറെടുത്തിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാ ആശംസകളും. താങ്ക് യു. ഏതായാലും ശ്രീ മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നത് താൻ മത്സരിക്കാനില്ലെങ്കിൽ കൂടിയും തന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.